നീ ആ വോളി ഒന്ന് കുറച്ച് വെക്കടി, പഠിക്കാനും സമ്മതിക്കൂല. നീ ഇരുന്ന് പടി, അനുബന്ധ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതന്നെ എനിക്ക് പറയാനുള്ളത്. കോൺസെൻട്രേഷൻ ഉണ്ടായി അതിനകത്ത് തന്നെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാം. അപ്പൊ ഇത് കേൾക്കണ്ടല്ലോ. എടി ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോ എന്റെ ശ്രദ്ധ പോവുകയാണ്. നീ താഴെ പോ. ഇടറിങ്കി, ഞാൻ ഇവിടെ എത്രയോ തവണ പഠിച്ചോണ്ടിരുന്നപ്പോ നീ ഈ തൂമ്പാന്നൊക്കെ പറഞ്ഞോണ്ടാണ് ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിച്ച് എന്നെ ശല്യപ്പെടുത്തിക്കുന്നത്. ഞാൻ വല്ലോ പറഞ്ഞതിന്നെ? എടി അത് എന്റെ റൂമിലാണ് ഞാൻ ഇരുന്ന് സൂമ്പയും തൂമ്പയൊക്കെ കളിച്ചത്. നീ താഴെ പോയി ചെന്നിരുന്ന് ചെയ്, അല്ലെങ്കിൽ ഇരുന്ന് കാണ്. പോ. നിന്റെ റൂമാണെന്ന് നിനക്ക് ഇവിടെ എഴുതി തന്നെ ആണ്. നിങ്ങൾ കണ്ടൂടെ എന്റെ റൂമാണെന്ന്? ഒന്നും പഠിക്കാനും സമ്മതിക്കൂല. എപ്പ നോക്കിയാലും വോളിയം കൂട്ടി വെച്ച്. ചേച്ചി, ഞാനും വണ്ണം കുറയാനുള്ള സാധനങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്തോന്ന് വണ്ണം കുറയാൻ? എടേ അത് വണ്ണം കുറയാൻ മൊബൈല് കുത്തി കുത്തി ഇരുന്നെന്നും പറഞ്ഞ് വണ്ണം ഒന്നും കുറയൂല. അതിന് മെയ്യാണ് തീറ്റ കുറയ്ക്കണം. പല പ്രാവശ്യം പറഞ്ഞോട് തീറ്റയുടെ കാര്യം പറയായിരുന്നു കേട്ടല്ലോ. പുതിയ കണ്ടുപിടുത്തവള് മൊബൈൽ നോക്കി നോക്കി ഇരുന്ന വണ്ണം കുറയും. ചേച്ചി ആ ഒരു കാര്യം ചോദിച്ചാ എന്തുവാടി? എടി ഇവിടെ നോക്ക്. ആ പറ. നിനക്കേ ഈ കീറ്റോ ഡയറ്റിനെ പറ്റി എന്താണ് അഭിപ്രായം? കീറ്റോ ഡയറ്റിനെ കുറിച്ച് എന്റെ അടുത്ത് ഒന്നും ചോദിച്ചു പോയത്. അത് അൺഹെൽത്തി ഡയറ്റ് ആണ്. അതിന് ഞാൻ ഒരിക്കലും സജഷൻ ചെയ്യില്ല. പിന്നെ അൺഹെൽത്തി ഡയറ്റ്? എടി എത്രയോ സിനിമ നടന്മാരും നടിമാരൊക്കെ ഈ ഡയറ്റ് എടുക്കുന്നത്, അവർക്കൊന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ലേ? നീ ചെന്ന് അന്വേഷിക്കും ഒന്നും സംഭവിച്ചില്ലേ ഇല്ലേന്ന്. എടി അത് അൺഹെൽത്തി ഡയറ്റ് ആണ്. അത് എടുക്കാൻ പാടില്ല. പിന്നെ നിന്റെ LDL കൊളസ്ട്രോൾ ഒക്കെ കൂടി, LDL കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ എല്ലാം കൂടി അവസാനം റാഷസ് ഒക്കെ പിടിച്ചിരിക്കാം ഒരു മൂലയിൽ. നിനക്ക് അതിന് ബീഫും ചിക്കനൊക്കെ തിന്നാൻ വേണ്ടിട്ടല്ലേ നീ കീറ്റോയും പൊക്കിക്കൊണ്ട് വന്നേ? എളുപ്പമുണ്ടല്ലോ റിങ്കി, നമുക്ക് ഫുഡ് കഴിച്ച് പണം കുറയും. എന്താ മെനക്കെട്ട പരിപാടി ഒന്നും ചെയ്യണ്ടല്ലോ. ഒരു പരിപാടിയും ചെയ്യണ്ട. അസുഖം വരുമ്പോ പഠിച്ചോ. നീ കൂടുതൽ ചാട ഭർത്താനൊന്ന് ബാലൻസ്ഡ് ഡയറ്റ് ആണ് ഈ ശരീരത്തിന്. ബാലൻസ്ഡ് ഡയറ്റ് അതാണ് ശരീരത്തിൽ ഏറ്റവും നല്ലത്. അല്ല നീ പറഞ്ഞ പോലെ കീറ്റോ ഒന്നും അല്ല. നീ വലിയ സംഭവം തന്നെ റിങ്കോ, ഞാൻ സമ്മതിച്ചു. നീ എവിടെ ആരുടെയോ പടം കണ്ടിട്ട് അതുപോലെ മെലിയാൻ വേണ്ടിട്ട് ആ ജിമ്മിന്റെ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സാധനം എടുത്ത് ഡമ്പൽ എടുത്ത് തൂക്കിയപ്പോ ഇച്ചിരി മെലിഞ്ഞെന്ന് വെച്ചു. ഇത്ര അഹങ്കാരം ഒന്നും എന്റെ അടുത്ത് കാണിക്കണ്ട കേട്ടോ. മെലിഞ്ഞോ ഇല്ലയോ, ഞാൻ അതിന് വേണ്ടി നല്ല പോലെ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീ മെലിഞ്ഞു. അതുപോലെ ഡയറ്റും എടുക്കണുണ്ട്. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ പോലത്ത്. എടി നീ താഴെ പോയിരുന്നു കാണടി. സൗണ്ട് കുറച്ച് വെച്ചാ പോരെ? സൗണ്ട് കുറച്ച് വെച്ച് കാണും. കഷ്ടം ഇത്. ഈ ചേച്ചിയെ സമ്മതിച്ചേട്ടാ. കിട്ടില്ല തന്നെ. എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ചേച്ചി. ചേച്ചിയുടെ ട്രാൻസ്ഫോർമേഷൻ നോക്ക്. 6 മാസം കൊണ്ട് 25 കിലോ ആണ് കുറച്ച്. അയ്യോ 10 വയസ്സ് കുറഞ്ഞതുപോലല്ലേ ആ ചേച്ചിയെ കാണാൻ. ഇടി വയസ്സ് മാത്രം എന്തൊരു കിട്ടില്ല ബോഡി ഷേപ്പ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതാണ് പറഞ്ഞത് ഡയറ്റും വർക്കൗട്ടും ചെയ്ത് ആർക്കും ഇതുപോലെ ആവാന്ന്. എടി ഇത് നിന്റെ ഡയറ്റും വർക്കൗട്ടും കാര്യങ്ങളൊന്നും അല്ല. ഇത് സൈക്ലിംഗ് ചെയ്തിട്ടാണ് ഈ ചേച്ചി മെലിഞ്ഞ. എടി പൊട്ടി, സൈക്ലിംഗ് ഏറ്റവും നല്ല വർക്കൗട്ട് അല്ലേ? അത് ചെയ്ത് ആരുടെ മെലിയത്തെ? അവിടെ നിന്നും പോയി. ചേച്ചി ഇതുപോലെ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് മെലിയാനാണെങ്കിലേ ഞാൻ സൈക്ലിംഗ് ചെയ്താലാ? നിനക്ക് അവിടെ സൈക്കിൾ ഇരിക്കുന്നു. എന്റെ സൈക്കിൾ ഇല്ല, പക്ഷെ മേടിക്കാലോ സൈക്കിൾ. എന്തോന്ന് സൈക്കിള്? അച്ഛനടുത്ത് അമ്മയടുത്ത് പറഞ്ഞ് മേടിക്കാലോ. അച്ഛനോട് അമ്മയടുത്തും പറഞ്ഞ് സൈക്കിള് മേടിക്കാം. ഓടിച്ചല്ലേ മക്കൾക്ക് ഇപ്പൊ അച്ഛനും അമ്മയും മേടിച്ചേരും സൈക്കിൾ. നീ പറയാത്ത താമസം മക്കളെ എന്നാ അതാ സൈക്കിൾ എന്നും പറഞ്ഞ് നിന്റെ മുമ്പ് കൊണ്ട് വെച്ചേ. ഓടിപ്പോ. നീ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞ അതൊരു മേടിച്ചു തരുമല്ലോ എനിക്ക് സൈക്കിള്. എടി നിനക്ക് എല്ലാ കാര്യത്തിനും ഈ ആരംഭശൂരത്വമാണ് നിനക്കുള്ളത്. അത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്തോ ആരംഭശൂരത്വോ? അതൊന്നും വേണ്ടട്ടോ. ഇതുപോലത്തെ മലയാളത്തിൽ കട്ടിയുള്ള വാക്ക് പറയാൻ എനിക്കും അറിയാം. നീ പോ ചെല്ല്. എടി ഞാൻ സോപ്പിട്ട് സൈക്കിള് മേടിപ്പിക്കും കേട്ടാ. നീ സോപ്പിട്ട് സൈക്കിള് മേടിക്കോ മേടിക്കാതിരിക്കോ എന്തോ ചെയ്യ്. അതിന് എനിക്കെന്തോന്ന്. ഇത് അസൂയ ചേച്ചി, ഇത് അസൂയ. ഞാനെങ്ങാനും സൈക്കിള് ചവിട്ടി മെലിഞ്ഞ് സ്ലിം ആയി കഴിഞ്ഞാൽ നിന്റെ വില ഇടിഞ്ഞു പോകും. അതുകൊണ്ട് ഓരോ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് ഇത് മുടക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. വില ഇടിഞ്ഞു പോകും. അത് നിന്റെ മുമ്പ്, നിന്നെ പോലെ ഒരുത്തീരെ മുമ്പ്. ഒന്ന് പോ കുട്ടി അവിടെ നിന്ന്. എന്താന്നൊക്കെ ഇവള് പറയണേ. വേറെ ഒന്നും കിട്ടിയില്ല. വില ഇടിഞ്ഞു പോകും. അത് ഇവളെ മുമ്പ്. എടി ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. നീ എന്റെ അച്ഛനെ കൊണ്ട് മുടിപ്പിക്കാനായിട്ട് ഒരു തയ്യൽ മിഷൻ വാങ്ങിച്ച കഥ നിനക്ക് ഓർമ്മയുണ്ടോ? മിഷൻ വാങ്ങിച്ചിട്ട് അതിന്റെ കഥ എന്തായി അവസാനം? എന്തായി? എന്തോ അങ്ങനെ ആദ്യമായിട്ട് തയ്ക്കുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. എടി ആ തയ്യൽ മിഷൻ വാങ്ങിച്ചു എന്ന് വെച്ച് ഇവിടെ ആർക്കും നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. നഷ്ടമൊന്നും ഉണ്ടായില്ലേ? അന്നത്തോടെ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞു, നിനക്ക് ഇനി നിന്റെ ഒരു കാര്യത്തിന് അച്ഛൻ ഒന്നും ചെയ്യില്ല. അത് മാത്രമല്ല ആ തയ്യൽ മിഷൻ വാങ്ങിച്ചിട്ട് എവിടെ എടുത്തിട്ട് വർക്കിംഗ് ഏരിയയിൽ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന് നടക്കാനും പറ്റാതെ അമ്മയുടെ കാലും ഒടിച്ച് നീരായി അവസാനം അമ്മ അതെടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടിടേണ്ട അവസ്ഥ.
ഓ ആ എടി നീ ഈ തയ്യൽ മെഷീനും സൈക്കിളും കൂടെ കൂട്ടി കുഴക്കാൻ ഇറങ്ങില്ലേ കേട്ടല്ലോ. ഞാൻ കൂട്ടാനും ഇല്ല കുറയ്ക്കാനും ഇല്ല കേട്ടാ. എന്തോന്ന് വെച്ചാ ചെയ്. ഞാൻ എന്താണോ ചെയ്യാൻ പോണു. ഞാൻ സൈക്കിൾ മേടിക്കും, നീ നോക്കാം കേട്ടോ. ഓ നീ മേടിക്ക്, ഇപ്പൊ കിട്ടും. സൈക്കിൾ കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട കേട്ടാ. ഞാൻ വിചാരിക്കണില്ല, പോരാ പോയടി അങ്ങോട്ട്. എന്റെ ദൈവമേ, നീ പോ, ഉരുണ്ട് പോ, നമുക്ക് കാണാം. ഓ പൊന്നോ, ഞാൻ സൈക്കിൾ മേടിക്കുകയും ചെയ്യും, വേണ്ടി വന്നാൽ നിന്റെ മുമ്പിൽ കൂടെ സൈക്കിൾ നടത്തുകയും ചെയ്യും കേട്ടോ. നീ നടത്തും, നമുക്ക് കാണാം കാണാം. ചെല്ല്. ഓ ഇതുപോലുള്ളൊരു സാധനം പൈസ ചെലവാക്കാൻ വേണ്ടി മാത്രം ഉണ്ടായ കൊച്ച്. എന്തായാലും ഇറങ്ങി പോയല്ലോ, ബാക്കിയും കൂടി ഇരുന്ന് പഠിക്കാം.